റഫേ ആക്രമിക്കുവാനുള്ള ഇസ്രയേലിന്റെ സൈനിക നടപടികൾ ആരംഭിക്കുന്ന സമയത്താണ് ജോ ബൈഡൻ ബെഞ്ചമിൻ നെതന്യാഹു ബന്ധം കൂടുതൽ മോശമാകുന്നത്. ഇപ്പോൾ ഇസ്രയേലിലുള്ള CIE ഡയറക്ടർ വില്യം ബേൺസ് ഇന്നലെ രാത്രി ഏറെ വൈകിയും നെതന്യാഹുവുമായും ഇസ്രയേൽ വാർ ക്യാബിനറ്റുമായും ഒക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ബൈഡനും നെതന്യാഹുവുമായുള്ള ഒരു ടെലിഫോൺ സംഭാഷണത്തിന്റെ കളം ഒരുങ്ങിയത്. ഇതിനോടകം 18 പ്രാവശ്യമാണ് ഹമാസുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ രണ്ട് നേതാക്കളും ടെലിഫോണിൽ സംസാരിക്കേണ്ടി വന്നത്. ഗസയുടെ തെക്ക് റഫ ആക്രമിക്കുവാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്ന വെളിച്ചത്തിലാണ് ഈ 40 മിനിറ്റ് നീണ്ട ടെലിഫോൺ ചർച്ച ഇന്നലെ രാത്രി നടക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ വൈകുന്നതിലുള്ള അമേരിക്കയുടെ ആശങ്കയും ഈ ബൈഡൻ ഈ ടെലിഫോൺ സംഭാഷണത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. സ്വകാര്യ സംഭാഷണങ്ങളിലെല്ലാം ബൈഡൻ നെതന്യാഹുവുമായുള്ള തൻ്റെ അമർഷം അടുത്ത കാലത്തായി പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഗസയിൽ വെടിനിർത്തലിനുള്ള പ്രധാന തടസ്സം ബെഞ്ചമിൻ നെതന്യാഹു ആണെന്ന് ബൈഡൻ പറഞ്ഞതായി റിപ്പോർട്ടുകളുമുണ്ട്. യുദ്ധതന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു തരത്തിലും നെതന്യാഹു അനുസരിക്കുന്നില്ല എന്നാണ് ബൈഡൻ പറയുന്നത്. എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ദശാബ്ദങ്ങളായി പരസ്പരം ബഹുമാനിക്കുന്ന രണ്ട് നേതാക്കളാണ് ഇരുവരുമെന്നാണ് അവരുടെ വാദം. അടുത്തയിടെ ഇത്തരം കൂടിക്കാഴ്ചകളിലൊക്കെ ബൈഡൻ അടുപ്പിച്ച് 3 പ്രാവശ്യം നെതന്യാഹുവിനെ പ്രക്ഷേപണ യോഗ്യമല്ലാത്ത ഒരു വലിയ തെറിപ്പദം തന്നെ ഉപയോഗിച്ചതായി NBC കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടും ചെയ്തിരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.